ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശേഷണങ്ങൾ ഏറെയാണ്. സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത്. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതടക്കം നിരവധി മന്ത്രിമാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം ചുറ്റും കൂടി ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതി പാടുമ്പോൾ അദ്ദേഹം ഭരിക്കാൻ മറന്നുപോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ സ്തുതിപാഠകന്മാരുടെ നടുവിൽ നിന്ന് ഭരണം നടത്തിയിട്ടുള്ള ഭരണകർത്താക്കന്മാരെല്ലാം വൻ പരാജയമായിരുന്നു. അത്തരത്തിൽ ഒരു വൻ പരാജയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പണ്ട് പി ജയരാജനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം വന്നപ്പോൾ വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സഖാവ് പിണറായി വിജയൻ സൂര്യനാണെന്നും അടുത്തേക്ക് ചെന്നാൽ കരിഞ്ഞു പോകും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയത്. അത് വളരെ മോശമായി എന്ന തരത്തിലാണ് വി ഡി സതീശൻ പറയുന്നത്. കാരണഭൂതനെന്നും ഇരട്ടച്ചങ്കനെന്നും കഴുകനെന്നും സിംഹമെന്നും സൂര്യനെന്നും ദൈവത്തിൻ്റെ പ്രതിരൂപമെന്നും വരദാനമെന്നും ഒക്കെ പല രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മന്ത്രിസഭയിലെ മന്ത്രിമാരിങ്ങനെ പല വേദികളിലായി പ്രകീർത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നവമാധ്യമങ്ങളിൽ യൂട്യൂബിലടക്കം ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനത്തെ പറ്റിയും പറയുന്നുണ്ട്. ആ ഗാനം കേട്ടാൽ വല്ലാത്ത സങ്കടം തോന്നും. അദ്ദേഹത്തെ ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് പ്രകീർത്തിക്കുകയാണ് ഗാനം തുടക്കം തൊട്ട് ഒടുക്കം വരെ. വല്ലാത്ത കഷ്ടമാണ്, വല്ലാത്ത സങ്കടമാണ് ഇടതുപക്ഷത്തിന്റെ നിലവിലത്തെ അവസ്ഥ കാണുമ്പോൾ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഈ ആരോപണം. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മുഖ്യമന്ത്രി സ്തുതിപാഠകരുടെ ഇടയിലാണ്, സ്തുതിപാഠകരുടെ വൃന്ദത്തിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി. അപ്പൊ മുഖ്യമന്ത്രി സൂര്യനാണ്, കഴുകനാണ്, കാരണഭൂതനാണ്, കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ മന്ത്രിമാരെ തന്നെ പറയുകയാണ്. ദൈവത്തിന്റെ വരദാനമാണ്. മുഖ്യമന്ത്രി അത് കേട്ട് മയങ്ങിയിരിക്കുകയാണ്, ഭരിക്കാൻ മറന്നുപോയി. ഈ സ്തുതിപാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നതാണ് പിണറായി വിജയന് സംഭവിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. സ്തുതിപാഠകരുടെ ഇടയിൽ പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായ ദുരന്തമാണ് അവര് ഭരിച്ച സംസ്ഥാനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവര് ഭരിക്കുന്ന ഈ കേരളത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ആസ്വദിക്കുകയാണ്. പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന് ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ്, കരിഞ്ഞു പോകുന്നു. അപ്പൊ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും. ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും, 51 വെട്ടുവെട്ടി കരിയിച്ച് കളയും. ഒരാൾ പറയുന്നു സൂര്യനാണ്, വേറൊരാൾ പറയുന്നു കഴുകനാണ്, വേറെ ആൾ പറയുന്നു കാരണഭൂതനാണ്, വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? ആരാണ് ശരിക്കും പിണറായി വിജയൻ? അതേ ഏത് ലോകത്താണുള്ളത്? നാട്ടിലെ സ്ഥിതി ഇതാണ്. KSRTC കൂട്ടാറായി, വൈദ്യുതി ബോർഡിന് 40,000 കോടി കടമായി, മാവേലി സ്റ്റോറിൽ സാധനമില്ല, ആശുപത്രികളിൽ മരുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് 5 മാസമായി, ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് 40,000 കോടിയാണ്, കരാറുകാർക്ക് കൊടുക്കുന്നത് 12,000 കോടിയാണ്, പട്ടികജാതിക്കാർക്ക് 3 കൊല്ലമായിട്ട് ഒരാനുകൂല്യം കൊടുത്തിട്ടില്ല, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ സ്തംഭിച്ചു, എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണ്ണമായി സ്തംഭിച്ചു. അപ്പോഴാണ് ഈ സ്തുതിപാഠക സംഘം ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായിയെ സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം. കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് CPM ധരിച്ചു വച്ചിരിക്കുന്നത്. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട്, അതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ മോഡിയെക്കുറിച്ച് അവർ ചെയ്യുന്നത്, BJP ചെയ്യുന്നത്. അതിന്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ CPM നേതൃത്വം അധപ്പതിച്ചല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം. 7 വർഷത്തിന്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ വിശേഷണങ്ങൾ ഏറെയാണ്. ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, കരുത്തൻ, സൂര്യൻ, കഴുകൻ, സിംഹം, അങ്ങനെ നിരവധി അനവധി പേരുകൾക്ക് നടുവിലൂടെ. പണ്ട്
ഊരിപ്പിടിച്ച വാളുകളുടെ നടുവിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയതുപോലെ സ്തുതിപാഠകരായ മന്ത്രിമാരുടെ നടുവിലൂടെയാണ് നിലവിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത്. പഴയ പിണറായി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വി.ഡി. സതീശന് ചുട്ട മറുപടി നൽകിയേനെ. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനായ പിണറായി വിജയനായി പോയില്ലേ, എന്ത് ചെയ്യാം?